ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ കുറെ കൂടി സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി, കുറെ കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നോക്കാം. ഒന്ന്, നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിക്കോളൂ, അവരോടൊപ്പമുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. എന്നാൽ ഒട്ടും സംസാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഹൈഡാക്കിക്കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് അത്രയധികം ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയില്ല. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് കുറെ കൂടി മാനസികമായിട്ട് അടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായി നടക്കേണ്ട ഒരു കാര്യമാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവരോട് വളരെ ഹോണസ്റ്റ് ആയിട്ടാണ്, വളരെ ജെന്യൂൻ ആയിട്ടാണ് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അറ്റ് ദ സെയിം ടൈം അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഈ രണ്ട് കാര്യങ്ങൾക്കും ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ടുള്ള ജേർണിയിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇമ്പാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റാരെങ്കിലും വഴി ആ കാര്യം അറിയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തോന്നലാണ്, എന്നോട് ഇതൊന്നും പറയാറില്ല, ഒരു പക്ഷേ ഡെയിലി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നില്ലേ അല്ലെങ്കിൽ പറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാൻ ഇത് കാരണമാകും. സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അവരെത്രത്തോളം എന്നോട് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അത് പോകുമെന്നുള്ളതാണ്. സോ ആ കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെന്യൂനായി വളരെ ഹോണസ്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ജസ്റ്റ് കേട്ടുകൊണ്ട് മറന്നു പോകുന്നു അല്ലെങ്കിൽ അത്രയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അതിനെ അത്രയധികം സീരിയസ് ആയി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ നമ്മളതൊന്നും ഓർത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യില്ല. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയധികം നമ്മൾ സീരിയസ് ആയി എടുക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അത് ഓർത്തെടുക്കാനും ഒരുപക്ഷെ അതൊരു ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻസോ മീറ്റിംഗ്സോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. അതൊക്കെ പോസിറ്റീവായ രീതിയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നിങ്ങൾക്ക് ആരുമായിട്ടാണോ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പാണോ നിങ്ങൾക്ക് കുറെ കൂടി ബെറ്റർ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്നുള്ളത് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമതായി, അവർക്ക് നിങ്ങളോട് ഒരു മാനസിക അടുപ്പം തോന്നണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വൾണറബിൾ ആകേണ്ടത് അത്യാവശ്യമായിരിക്കും. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര പറയില്ല, മടി കാരണം പറയില്ല, അല്ലെങ്കിൽ അവരെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്നെ ജഡ്ജ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല്, ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും നമ്മൾ പറയില്ല. പക്ഷേ ഇങ്ങനെ അവരോട് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മുടെ ഭയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വളരെ വീക്കായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ഇന്റിമസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാകും എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ആ ഒരു മാനസിക അടുപ്പം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള പറയണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വൾണറബിൾ ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ സെൽഫ് സെൻട്രിക് ആയിട്ട് പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുക, ആ ഒരു എമ്പതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാനും നമ്മുടെ ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ
സിമ്പതിക്ക് പകരം ലൈഫിൽ എപ്പോഴും എമ്പതി എന്ന രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് വ്യക്തിയുമായിട്ടാണോ നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടത് അതിന് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും അവരുടെ പേഴ്സ്പെക്റ്റീവിൽ കൂടി കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. 4, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾ അവരുമായിട്ട് സമയം ചെലവഴിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ചെറിയ സമയമായിരിക്കാം, ചിലപ്പോൾ ഒരു 1 hour 2 hour അല്ലെങ്കിൽ ഒരു കുറഞ്ഞ സമയമായിരിക്കാം. പക്ഷേ ആ സമയം അവർക്ക് വളരെയധികം ഒരു ഫൺ അല്ലെങ്കിൽ വളരെയധികം എൻജോയബിൾ അല്ലെങ്കിൽ വളരെയധികം മെമ്മറബിൾ ആയിട്ടുള്ള, അവരെ കൂടി ഇഷ്ടപ്പെടുത്തുന്ന, അവർക്ക് കൂടി ഹാപ്പിനെസ് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് അതൊരു ക്വാളിറ്റി ടൈമായി മാറുക. മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങളോടൊപ്പം ഉള്ള ഒരു സമയം അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസിലും അവർ നിങ്ങളെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ്സിന് വേണ്ടി അവർ വീണ്ടും ഒരു ക്യൂരിയസ് ആകും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളെ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ കംപ്ലൈൻസ് ആണ് അല്ലെങ്കിൽ വിഷമമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും ആ ഒരു മൊമെന്റ് വീണ്ടും വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കില്ല. എന്നാൽ അതൊരു ക്വാളിറ്റി ടൈം ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ്സിന് വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുക്കും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ക്വാളിറ്റി ടൈം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ അവരുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അത് ഒരു എൻജോയബിൾ ആൻഡ് മെമ്മറബിൾ ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് മാത്രമല്ല അവരോടൊപ്പം ക്വാളിറ്റി ടൈം ആണ് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം എല്ലാ ആളുകളും ഡിഫറെന്റ് ആണ്. ഓരോ ആളുകളും മറ്റുള്ള ആളുകളിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് വ്യത്യസ്തനായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്തയായിട്ടാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് അവരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്ന ഒരു കാര്യം. സോ നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിനും. അത് ഫേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം എന്ന് കരുതിക്കൊണ്ട് കോൺഷ്യസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനി നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി അത് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. ആ രീതിയിൽ തന്നെ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് അതിനൊരു മനോഹാരിത ഉണ്ടായിരിക്കും. മാത്രമല്ല അത് വളരെയധികം ജെന്യൂൻ ആയിട്ട് തന്നെയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഫീൽ ചെയ്യുക, അനുഭവിക്കാൻ സാധിക്കുക. സോ അത്തരത്തിൽ നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് 1, മെയിൻറ്റെയിൻ ക്യൂരിയോസിറ്റി. ലൈഫിൽ എപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ മീറ്റ് ചെയ്യണമെന്ന ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സർപ്രൈസുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ക്യൂരിയസ് ആക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും അവരത് പ്രതീക്ഷിക്കും. മാത്രമല്ല അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയസ് തരുന്ന അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സർപ്രൈസുകളൊക്കെ തരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗുഡ് ഇമേജ് ആയിരിക്കും. മാത്രമല്ല അത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇത്തരത്തിൽ ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ലൈഫിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് എല്ലാ ആളുകൾക്കും അറിയാം ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ കോൺഷ്യസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. എനിവേസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്